കൊല്ലം അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം പെരുവഴിയിലായിട്ട് 3 വർഷമായിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നഗരസഭ നിർമ്മിച്ച കെട്ടിടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രവും മാലിന്യ കൂമ്പാരവുമാണ്. നഗരസഭയും നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയും തമ്മിലുള്ള തർക്കമാണ് സെന്ററിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. റിപ്പോർട്ട് കാണാം. കൊല്ലം നഗരത്തിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിശ്രമത്തിനുമടക്കം കഫ്തീരിയ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2018 തുടങ്ങിയ പദ്ധതി 2019 ആയപ്പോഴേക്കും 1ാം നിലയുടെ പ്രവർത്തനം പൂർത്തിയായി. പക്ഷേ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കി. ആദ്യഘട്ടം 16 ലക്ഷം രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചു. 2ാം ഘട്ടത്തിന് 11 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഹാബിറ്റാറ്റ് നഗരസഭയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 2015 തൊട്ട് കോർപ്പറേഷൻ ഇത് പകുതി ഇവരെ ബിൽഡിങ് പണിഞ്ഞിട്ടിരിക്കുകയാണ്. അന്നേരം ഇത് ദേശീയപാത അതോറിറ്റിയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്ന് സ്റ്റേ കൊടുത്തെന്നാണ് നമുക്കിത് അറിയപ്പെടുന്നത്. യാതൊരുവിധ പണികളും കാര്യങ്ങളും ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നല്ല മലമൂത്ര വിസർജനമായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നഗരത്തിലെ പ്രധാന ബസ് സ്റ്റേഷന്റെ സമീപത്തായിട്ടും കെട്ടിട നിർമ്മാണം നിലച്ചിട്ടും നഗരസഭയ്ക്ക് അനക്കമില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദിനംപ്രതി 100ഓളം പേർ വന്നുപോകുന്ന ബസ് ടെർമിനലിൽ ഹാബിറ്റാറ്റും നഗരസഭയും തമ്മിലുള്ള തർക്കം തീരാതെ വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ കഴിയില്ല. കെടുകാര്യസ്ഥതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ പൂർത്തിയാകാത്ത കെട്ടിടം. 5 വർഷം മുമ്പ് ലക്ഷങ്ങൾ ചിലവിട്ട് തുടങ്ങിയ പദ്ധതി എങ്ങുമെത്താതെ ഇങ്ങനെ നോക്കുകുത്തിയാകുമ്പോൾ ആരാണ് മറുപടി പറയേണ്ടത്? കൊല്ലത്തുനിന്ന് ക്യാമറമാൻ ശ്രീകാന്ത് പിയസിനൊപ്പം അരുൺ രാജ്, 24. നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം അതാണ് ഈ പദ്ധതിയെ അനാഥമാക്കിയത്. 2ാം ഘട്ടത്തിന് 11 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഹാബിറ്റാറ്റ് നഗരസഭയെ സമീപിച്ചു. പക്ഷേ അനുകൂലമായി ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഈ പദ്ധതി താളം തെറ്റുകയായിരുന്നു. അരുൺ രാജ് തത്സമയമുണ്ട്. അരുൺ രാജ്, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ഇത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകുമായിരുന്ന ഒരു പദ്ധതിയാണ്. ഇവിടെ ഹാബിറ്റാറ്റും നഗരസഭയും, നമ്മൾ ഈ 2 കൂട്ടരെയും സമീപിച്ചോ? എന്തുകൊണ്ടാണ് അടുത്ത ഗഡു പണം അനുവദിക്കാത്തത് നഗരസഭ? പ്രധാനമായും അവർക്ക് പറയാനുള്ളത് എന്താണ്? അനുജ, ഈ വാർത്ത പറയുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. കൊല്ലം നഗരത്തിൽ ഇത്തരത്തിൽ 24 സർക്കാർ കെട്ടിടങ്ങൾ, അത് നിർമ്മാണം പൂർത്തിയാകാത്ത സർക്കാർ കെട്ടിടങ്ങൾ വർഷങ്ങളായി തന്നെ കിടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സ്പെഷ്യൽ ബഞ്ച് ഓഫീസർക്ക് നൽകിയ വിവരത്തിൽ പറയുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഈ അമ്യൂണിറ്റി സെന്റർ. ഈ അമ്യൂണിറ്റി സെന്ററിന്റെ കാര്യം 2018 പണി തുടങ്ങിയത്. പിന്നീട് 2019 ആകുമ്പോഴേക്കും നമ്മൾ ഈ കാണുന്ന നിലയിലുള്ള കെട്ടിടമായി പൂർത്തീകരിച്ചു. പിന്നീട് അങ്ങോട്ട് പണി തുടങ്ങിയില്ല. കാരണം അത് എന്തുകൊണ്ടെന്നാൽ ആദ്യഘട്ടത്തിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു. നിർമ്മാണത്തിൽ ഏറ്റെടുത്ത കമ്പനി കൂടുതൽ പണം ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ കഴിയില്ല എന്ന കാര്യം നഗരസഭ കൃത്യമായി തന്നെ അറിയിച്ചതാണ്. പിന്നീട് ഈ നിർമ്മാണം അവർ ഉപേക്ഷിച്ച് പടങ്ങുകയും പിന്നീട് ഹാബിറ്റാറ്റിനെ ഇവർ സമീപിക്കുകയായിരുന്നു. ഹാബിറ്റാറ്റ് ആദ്യഘട്ടത്തിൽ ഇത് ഏറ്റെടുക്കാമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് ഹാബിറ്റാറ്റും ഈ 16 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചതോടെയാണ് ഈ പദ്ധതി മുടങ്ങിയത്. പിന്നീട് ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കാൻ കോർപ്പറേഷൻ യാതൊരു തരത്തിലുള്ള മുൻകരുതലും എടുത്തില്ല, അല്ലെങ്കിൽ മുൻകൈയും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ ദേശീയപാത അതോറിറ്റിയും ഈ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഒരു തർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ കോർപ്പറേഷൻ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ഇത് തങ്ങളുടെ കൈവശമുള്ള വസ്തുവാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഈ നിർമ്മാണം പിന്നീട് തുടങ്ങുവാൻ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളാണ് നിലവിൽ കോർപ്പറേഷന് നഷ്ടം വന്നിരിക്കുന്നത്. സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഈ കോർപ്പറേഷൻ ഇത്തരത്തിൽ പണം ചെലവാക്കിയത് യാതൊരു മുൻകരുതലുമില്ലാതെയാണ്. ഈ നിർമ്മാണ കമ്പനിയെ സമീപിച്ച ഘട്ടത്തിൽ ഇത്തരം നിർമ്മാണ കമ്പനി ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇതിന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന വ്യവസ്ഥ വെച്ചില്ല എന്ന ചോദ്യം പോലും ഓഡിറ്റിലടക്കം ഉണ്ടായതാണ്. നാട്ടുകാരുടെ പണമാണ്, പൊതുജനത്തിന്റെ പണമാണ്. അത് ഇത്തരത്തിൽ പാഴായി പോയതിന്റെ കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല. ഉത്തരം പറയാൻ നഗരസഭയ്ക്കും കൃത്യമായ മറുപടിയില്ല. കൊല്ലം അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം അത് പാതി വഴിയിൽ നിലച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ അത് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു.